4ാം ക്ലാസ്സിലെ അഖീദയിലെ 2ാമത്തെ പാഠം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 2 അല്ലാഹു അഹദ്. അതിൻ്റെ അർത്ഥം അല്ലാഹു ഒന്നാണ് അല്ലെങ്കിൽ അല്ലാഹു ഏകനാണ്. 1ാമത്തെ പാഠത്തിൽ അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ 5 എണ്ണം പഠിച്ചു. ഇനി നമുക്ക് 2ാമത്തെ പാഠം നോക്കാം. അല്ലാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. അല്ലാഹുവിന് വാജിബായ 5 സിഫത്തുകൾ, 5 വിശേഷണങ്ങൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചു. ഇനി 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. 6ാമത്തെ വഹ്ദാനിയത്ത്, ഏകത്വം. വഹ്ദാനിയത്ത്, ഏകത്വം. 7 ഖുദ്റത്ത്, കഴിവ്. ഖുദ്റത്ത്, കഴിവ്. 8 ഇറാദത്ത്, ഉദ്ദേശിക്കൽ. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. 9 ഇൽമ്, അറിവ്. ഇൽമ്, അറിവ്. 10 ഹയാത്ത്, ജീവിച്ചിരിക്കൽ. ഹയാത്ത്, ജീവിച്ചിരിക്കൽ. 11 സംഅ്, കേൾവി. സംഅ്, കേൾവി. 12 ബസ്വർ, കാഴ്ച. ബസ്വർ, കാഴ്ച. 13 കലാം, സംസാരം. കലാം, സംസാരം. അല്ലാഹുവിന് നിർബന്ധമായ ഉണ്ടായിരിക്കേണ്ട 8 സിഫത്തുകളാണിത്. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കും ഉണ്ട്. കഴിവ്, അറിവ്, കേൾവി, സംസാരം, കാഴ്ച, ഈ വിശേഷണങ്ങളെല്ലാം നമുക്കും ഉണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. നമ്മുടേത് അപൂർണവും അല്ലാഹു തആല നമുക്ക് നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അല്ലാഹു തആലയുടെ ഈ കഴിവുകളെല്ലാം തന്നെ സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കും അറിവിനും എല്ലാറ്റിനും പരിധിയുണ്ട്. എന്നാൽ അല്ലാഹു തആലയുടെ കാഴ്ചയ്ക്കോ കേൾവിക്കോ അറിവിനോ കഴിവിനോ ഒന്നും യാതൊരു പരിധിയുമില്ല. അല്ലാഹു തആല എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. തദ്രീബാത്ത്. 1 ഉത്തരം എഴുതാം. അതിൽ 1ാമത്തെ അല്ലാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. നിർബന്ധമായ 8 സിഫത്തുകളാണ് ഈ പാഠത്തിൽ പഠിച്ചത്. അതിൽ നിന്ന് 3 എണ്ണം. വഹ്ദാനിയത്ത്, ഏകത്വം. ഖുദ്റത്ത്, കഴിവ്. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. വഹ്ദാനിയത്ത്, ഏകത്വം. ഖുദ്റത്ത്, കഴിവ്. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. 2 നമ്മുടെ കേൾവിയും അല്ലാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഉത്തരം നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. അല്ലാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അർത്ഥം എഴുതാം. 1 സംഅ്. സംഅ്, കേൾവി. 2 ഖുദ്റത്ത്. ഖുദ്റത്ത്, കഴിവ്. ഖുദ്റത്ത്, കഴിവ്. 3 ബസ്വർ. ബസ്വർ, കാഴ്ച. 4 കലാമുൻ. കലാമുൻ, സംസാരം. അത് കോളത്തിൽ നോക്കി ഇവിടെ എഴുതാം. താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ കഴിവില്ലായ്മ, ഉദ്ദേശ്യമില്ലാതിരിക്കൽ, ഒന്നിലധികം ആവൽ, അറിവില്ലായ്മ, മരണം, കേൾവിയില്ലായ്മ, കാഴ്ചയില്ലായ്മ, സംസാരമില്ലായ്മ. 1ാമത്തെ ഇൽമ, അറിവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ വിപരീതം എഴുതേണ്ടത് അറിവില്ലായ്മ.
ഖുദ്റത്ത് കഴിവ്, വിപരീതം കഴിവില്ലായ്മ. ബസ്വർ കാഴ്ച, വിപരീതം കാഴ്ചയില്ലായ്മ. ഇറാദത്ത് ഉദ്ദേശിക്കൽ, വിപരീതം ഉദ്ദേശ്യം ഇല്ലാതിരിക്കൽ. കേൾവി, വിപരീതം കേൾവിയില്ലായ്മ. കലാം സംസാരം, വിപരീതം സംസാരമില്ലായ്മ. ഹയാത്ത് ജീവിച്ചിരിക്കൽ, വിപരീതം മരണം. വഹ്ദാനിയത്ത് ഏകത്വം, വിപരീതം ഒന്നിലധികം ആവൽ. ഉസ്താദിന്റെ സഹായത്തോടെ എഴുതാം. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? ഖുർആനിലെ ആയത്തുകളാണിത്. ഇത് അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ, ഏത് വിശേഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൻ്റെ അർത്ഥം ഖുൽ പറയുക, ഹുവല്ലാഹു അഹദ് അള്ളാഹു ഏകനാണ്. സിഫത്ത് ഏതാണ് ഇവിടെ എഴുതേണ്ടത്? വഹ്ദാനിയത്ത് ഏകത്വം. ഇതിൻ്റെ ഉത്തരം വഹ്ദാനിയത്ത് ഏകത്വം. രണ്ടാമത്തെ അള്ളാഹു സ്വമദ്. അതിൻ്റെ അർത്ഥം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇവിടെ എഴുതേണ്ട സിഫത്ത് ഖുദ്റത്ത് കഴിവ്. ഇതിൻ്റെ ഉത്തരം ഖുദ്റത്ത് കഴിവ്. മൂന്നാമത്തെ വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അതിൻ്റെ അർത്ഥം അവന് തുല്യനായി ആരും തന്നെയില്ല. അവന് തുല്യനായി ആരും തന്നെയില്ല. അതിൻ്റെ സിഫത്ത് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തനാകൽ. സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തനാകൽ. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച സിഫത്താണ് മുഖാലഫത്തുൻ ലിൽ ഹവാദിസി. അതാണ് ഇവിടെ എഴുതേണ്ടത്. അക്കീദയിലെ രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.